ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ 3 ആഴ്ചയ്ക്ക് മേലെ ആയിട്ടുണ്ട് ഒരു വീഡിയോ എടുത്തിട്ടും അപ്ലോഡ് ചെയ്തിട്ടും. പക്ഷേ ഈ ഒരു 3 ആഴ്ചയ്ക്കിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. നമ്മുടെ ചാനൽ 4000 വാച്ച് അവേഴ്സ് ക്രോസ് ചെയ്തു. അതുപോലെ മോണിറ്റൈസേഷൻ ഓണായി. അപ്പോൾ എനിക്ക് ഈ ഒരു വിശേഷം വന്ന് ചാനലിൽ സംസാരിച്ച് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം എന്നെനിക്കുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് തിരക്കുകളുണ്ടായിരുന്നു. അങ്ങനെ നീണ്ട് ഇത്രയും ദിവസം എത്തി. ഒരു 2 ആഴ്ചയെങ്കിലും ആയിട്ടുണ്ട് നമ്മുടെ ചാനൽ 4000 വാച്ച് അവേഴ്സ് ക്രോസ് ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോസിന് ഒരുപാട് സപ്പോർട്ട് നിങ്ങൾ ഓരോരുത്തരും തരാറുണ്ട്. അതിന് എല്ലാവരോടുമായിട്ടൊരു ബിഗ് താങ്ക് യു. നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ വർഷമാണെങ്കിലും എനിക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ അത് നിർത്തേണ്ടിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഞാനത് ചില വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അപ്പോൾ 4 മന്ത്സിൽ ഈ ഒരു മൈൽ സ്റ്റോൺ ക്രോസ് ആവുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിരുന്നതല്ല. മാത്രമല്ല വീഡിയോസ് ഈ ഒരു അവസാനത്തെ 2 മാസം കഴിഞ്ഞ 2 മാസങ്ങളിലായിട്ട് എനിക്ക് അത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിന് വളരെ നല്ല റെസ്പോൺസും അതുപോലെ നല്ലൊരു റീച്ചും കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു 4000 വാച്ച് അവേഴ്സ് എന്ന് പറയുന്നൊരു മൈൽ സ്റ്റോൺ ക്രോസ് ചെയ്യാൻ പറ്റി. എൻ്റെ ഈ ഒരു ചെറിയ ജേണിയിൽ എനിക്ക് ഒരുപാട് മിസ്റ്റേക്സും സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് റെഫറൻസസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഒരു ചാനൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം, എങ്ങനെ കണ്ടൻസ് ജെന്യുവനായിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ഭാഗത്തു നിന്ന്. അതല്ലാതെ എൻ്റെതായ ചില രീതികൾ ഞാൻ അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ മൈൽ സ്റ്റോൺ ആണ്, ചെറിയ മൈൽ സ്റ്റോൺ അല്ല. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തതല്ല ചാനൽ റീസ്റ്റാർട്ട് ചെയ്ത് 4 മന്ത്സിനകം ഇത്രയും വാച്ച് അവേഴ്സ് ക്രോസ് ചെയ്യാൻ പറ്റുമെന്നും ഇത്രയും റീച്ച് എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതേ അല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഡീലായിരുന്നു. അപ്പോൾ ആ ഒരു ജേണിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നെനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം മെയിൻ റീസൺ ഞാൻ ഏത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും അതിൻ്റെ പിന്നിലൊരു റീസൺ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ഈ പറയുന്ന ഇൻഫർമേഷൻ അവരുടെ ലൈഫിലോ അവരുടെ ഏതെങ്കിലും ഒരു ഏരിയ ഓഫ് ലൈഫിൽ യൂസ്ഫുൾ ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ്. അപ്പം അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കണ്ടൻസ് ആണ് ഞാൻ കൂടുതലും ഇടാൻ ശ്രമിക്കാറ്. അപ്പോൾ ഞാൻ ഓർത്തു ഇങ്ങനൊരു കാര്യം ഞാനിതിൽ ഈ കടന്നു വന്ന കാര്യങ്ങളിൽ ഞാൻ ചെയ്ത മിസ്റ്റേക്സ് അതുപോലെ തന്നെ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് ഫോർ എക്സാമ്പിൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേര് ചാനൽ റൺ ചെയ്യുന്നുണ്ട്. ചെറിയ യൂട്യൂബേഴ്സ് എന്നെപ്പോലെ തന്നെ വളരെ ബേസിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ആളുകളും അതിനകത്തുണ്ട്. ഞാൻ കമൻസിലൂടെ ഒരുപാട് പേരെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു യൂസ്ഫുൾ തിങ് ആയിക്കോട്ടെ എന്നുള്ളത് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ചെയ്ത മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നും ഈ മിസ്റ്റേക്സ് ഞാൻ എങ്ങനെയാണ് കറക്റ്റ് ചെയ്തിട്ടുള്ളതെന്നാണ്. ഈ മിസ്റ്റേക്സ് കൂടുതൽ സംഭവിച്ചിട്ടുള്ളത് ഈ 4 മാസങ്ങളിലല്ല. ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, അതായത് കഴിഞ്ഞ വർഷം ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എൻ്റെ ഒരു ധാരണ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ ഡെലിവർ ചെയ്യുന്ന കണ്ടൻസൊക്കെ അന്ന് തന്നെ എനിക്ക് ഇതുപോലെ വന്നിരുന്ന് സംസാരിക്കാൻ പറ്റും എന്നൊരു ധാരണയിലായിരുന്നു ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഞാൻ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ വീഡിയോസൊക്കെ ഒരുപാട് ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ ആ സമയത്ത് പറ്റുന്നില്ലായിരുന്നു. എനിക്കൊരു സെൻറ്റൻസ് പൂർത്തിയാക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും കാര്യം മനസ്സിൽ വിചാരിക്കുന്നത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞ് ആ ഒരു 1-2 വാക്ക് കഴിയുമ്പോൾ തന്നെ ഞാൻ പറയാൻ വന്നതെല്ലാം മറന്നു പോകും. അപ്പോൾ അതെനിക്കൊരു വലിയ സ്ട്രഗിളായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഫീൽ ഗുഡ് ആയിട്ടുള്ള വീഡിയോസ്, കോൺവെർസേഷൻസ് ഒന്നും ഇല്ലാത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെയുള്ള 1-2 വീഡിയോസ് അപ്ലോഡ് ചെയ്യുമായിരുന്നു. നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വർഷം ഞാൻ 2 വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അത് ഒരു
പ്രോപ്പർ ഫീൽ ഗുഡ് വീഡിയോ ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം എനിക്ക് സംസാരിക്കാൻ ഇത്രയും ബുദ്ധിമുട്ട് വെച്ചുകൊണ്ട് എനിക്ക് എന്തായാലും ഈ ടൈപ്പ് കണ്ടൻസ് ഇവിടെ പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ആ ഒരു ചാനലിനെ ഓക്കെ എൻ്റെ അപ്പോഴത്തെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ അങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്തു. പക്ഷേ അങ്ങനത്തെ ഒരു വീഡിയോസിൻ്റെ ഞാൻ ഫേസ് ചെയ്തൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷ്വൽസിലൂടെ മാത്രം ഇത്രയും കാര്യങ്ങൾ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു. ഒരു എത്ര പോയാലും നമ്മളൊരു വിഷ്വൽസ് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം കാര്യങ്ങളെ കൺവിൻസ് ചെയ്യാനും എത്രത്തോളം ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ആ ചാനൽ പാടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുകയായിരുന്നു. എനിക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ അത് മറികടക്കാൻ എങ്ങനെയാണെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. കാരണം എൻ്റെ വിചാരം എനിക്കത് മറികടക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. മേ ബി ഇൻ ഫ്യൂച്ചർ എപ്പോഴെങ്കിലും ബൈ പ്രാക്ടീസ് അത് മാറിക്കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്നത് റീസ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വർഷത്തോളം ഒരു ഗ്യാപ്പ് വന്നു ചാനലിൽ. അപ്പം ഞാൻ ആ ടൈമിലൊക്കെ ഞാൻ ഇടയ്ക്ക് വീഡിയോസ് ആകെ ഇടുന്നുണ്ടെങ്കിൽ അത് ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ ആയിരിക്കും. അതിലും യാതൊരു കാര്യവും നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലൊന്നും ആയിരുന്നില്ല. പക്ഷേ അത് അത്ര ഹെൽപ്ഫുൾ ഒന്നും ആയിരുന്നില്ല. കാരണം ഈ ഒരു ലിമിറ്റേഷൻസ് വെച്ചുകൊണ്ട് തന്നെ ഓഡിയൻസ് വളരെ കുറവായിരുന്നു. മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ആവുന്നുമില്ല. ഈ പറയുന്ന ഷോർട്സിൽ ഒരു 60 സെക്കൻഡ്സ് കൊണ്ട് വിഷ്വൽസ് മാത്രം യൂസ് ചെയ്തിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു മോട്ടിവേഷൻ കുറഞ്ഞു വീഡിയോസ് എടുക്കാനുള്ള. അങ്ങനെ ഞാൻ ഒരുപാട് നാൾ ഒരു വർഷത്തോളം ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തില്ല. പക്ഷെ ഞാൻ ചാനൽ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതല്ലായിരുന്നു എൻ്റെ മനസ്സിൽ, ഒരു ബ്രേക്കായിരുന്നു. പക്ഷെ ഞാൻ ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അവിടെയായിരുന്നു എൻ്റെ ആ ഒരു മിസ്റ്റേക്ക് ഇരിക്കുന്നത്. ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കൂടുതലും ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു, പുസ്തകങ്ങൾ വായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അത് എൻ്റെ ഒരു നോളജ് വർദ്ധിപ്പിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തെങ്കിലും എൻ്റെ സ്പീക്കിംഗ് സ്കിൽസോ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ സ്കിൽസോ വളരാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ആ ഒരു ഏരിയയിൽ അപ്പോഴും ഫോക്കസ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ഒരു വർഷം കഴിഞ്ഞ് ഞാൻ ഈ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഈ വർഷം ജൂൺ ജൂലൈ ആ ഒരു ടൈമിൽ എന്തോ ആണ്. അപ്പോൾ അപ്പോഴും ഞാൻ ഈ വീഡിയോസ് എടുക്കാൻ ശ്രമിക്കുമ്പം എനിക്ക് ഇതേ ഇഷ്യൂ വരികയാണ്. എനിക്ക് സെൻറ്റൻസസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ക്യാമറ ഓൺ ആയി കഴിയുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും മാഞ്ഞു പോകും. അപ്പം എന്നാൽ ഇത്തവണ എനിക്ക് വിട്ടുകൊടുക്കരുതെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഷോർട്സിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഷോർട്സിൽ ഫോക്കസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വോയിസ് ഓവർ മാത്രം കൊടുത്തിട്ടുള്ള ഷോർട്സ്, നേരിട്ട് സംസാരിക്കുകയല്ല, വോയിസ് ഓവർ. അപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എനിക്ക് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാൻ തുടങ്ങി. കാരണം ഗാഡ്ജറ്റ്സുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് എന്നെ കൊണ്ട് നടക്കുന്നില്ലായിരുന്നു. ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിരുന്ന് സംസാരിക്കുന്ന അതേ ബുദ്ധിമുട്ട് തന്നെയാണ് എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് സെൻറ്റൻസസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കുറച്ച് ടൈം എടുക്കുമായിരിക്കും, പക്ഷെ ഞാൻ നിർത്താൻ പാടില്ല ട്രൈയിങ്. അപ്പോൾ ഞാൻ ഓർത്തു സ്ക്രിപ്റ്റ് ചെയ്യാം. 60 സെക്കൻഡുള്ളൊരു വീഡിയോ അല്ലേ ഉള്ളൂ, നമുക്കത് സ്ക്രിപ്റ്റ് ചെയ്ത് അത് വായിച്ച് വോയിസ് ഓവർ കൊടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് അത് നോക്കി വായിച്ചാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ എനിക്ക് എന്തായാലും എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിലും ഈ ചാനൽ ഒരു നിലയിലെത്തിക്കണം എന്നുള്ളൊരു നല്ല ആഗ്രഹവും വാശിയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ചാനലിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ വോയിസ് ഓവർ കൊടുത്ത് സ്ക്രിപ്റ്റ് ചെയ്ത് വായിച്ചുകൊണ്ടുള്ള വോയിസ് ഓവർ കൊടുത്ത് ഇപ്പം നിങ്ങൾ പുറകോട്ട് നോക്കിയാൽ എൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ ഉള്ള ഷോർട്സ് നോക്കിയാൽ അറിയാം, കേട്ടാൽ തന്നെ മനസ്സിലാവും കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റഡ് ആണ്. പക്ഷേ ഞാൻ ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു. എൻ്റെ കണ്ടൻറ്റിൽ നിന്ന് ഞാൻ ഒരിക്കലും ഡീവിയേറ്റ് ചെയ്യരുതെന്നുള്ളത്. ഞാൻ ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കണ്ടൻസുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കണ്ടൻറ്റ് ഞാൻ ഒരിക്കലും റീച്ചിന് വേണ്ടിയോ അല്ലെങ്കിൽ ഓഡിയൻസിന് വേണ്ടി ഞാൻ ഇടത്തില്ല എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഞാൻ എന്താണോ ഈ ചാനലിൽ വന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതേ കണ്ടൻറ്റിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഷോർട്സിലും പറയുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ അടുത്ത് ഒരുപാട് പേര് സജഷൻസ് ആയിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ കണ്ടൻറ്റ് ഒന്ന് മാറ്റി പിടിക്കാനായിട്ട്, കുറച്ചുകൂടെ റീച്ച് കിട്ടുന്ന പോലത്തെ കണ്ടൻസ് ഒക്കെ ഇടാനായിട്ട്. പക്ഷേ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു എൻ്റെ കണ്ടൻറ്റിൽ. എനിക്ക് റീച്ചിന് വേണ്ടി വൈറലായിട്ടുള്ള കണ്ടൻസ് ചൂസ് ചെയ്ത് അത് ചെയ്യാനായിട്ട്
എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഞാനല്ലാണ്ടായിപ്പോവും. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന കണ്ടൻറ്റ് തന്നെ ഈ ചാനലിൽ പറയണം, അതുപോലെ എനിക്ക് ആളുകളിലേക്ക് അത് കണക്ട് ചെയ്യാനും പറ്റണം എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. പിന്നെ ചാനലിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ ഞാൻ ചെയ്ത വേറൊരു മിസ്റ്റേക്കായിരുന്നു ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ഇരിക്കുക എന്നുള്ളത് ശരിക്കും എൻ്റെ ചാനലിൻ്റെ ഗ്രോത്തിനെ ബാധിച്ചിരുന്നൊരു കാര്യമാണ്. അതുപോലെ ഞാൻ എന്താണ്, ഏത് ടൈപ്പ് ഓഫ് കണ്ടൻ്റാണ് എനിക്ക് വേണ്ടത് എന്നുള്ളത് എനിക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നെങ്കിലും അത് ഡെലിവർ ചെയ്യാനായിട്ടുള്ള എൻ്റെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചില്ലായിരുന്നു. പിന്നെ ഞാൻ ചെയ്തൊരു വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വേണ്ടത് ലോങ് വീഡിയോസ് എടുക്കേണ്ടതായിരുന്നു എന്നെങ്കിലും ഞാൻ ചെയ്തത് ഷോർട്ട് വീഡിയോസ് എടുക്കുക എന്നുള്ളതായിരുന്നു. എനിക്ക് ആ സമയത്ത് ഷോർട്ട്സ് എടുത്ത് കംഫർട്ടബിളായി ഞാൻ അവസാനം ഷോർട്സിൽ മാത്രം ഫോക്കസ് ചെയ്യായിരുന്നു. ഇപ്പോൾ ഷോർട്സിൽ ഫോക്കസ് ചെയ്യുന്ന ചാനൽസ് ഒരുപാടുണ്ട്, അവർക്കതാണ് ഇഷ്ടമെങ്കിൽ ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. പക്ഷേ എനിക്ക് ലോങ് വീഡിയോസ് എടുക്കാൻ ആഗ്രഹമുള്ള ഒരു ആൾ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു ചാനലിൽ ഞാൻ അതിനുവേണ്ടി എഫേർട്ട് എടുക്കാതെ ഷോർട്സിൽ തന്നെ ഒതുങ്ങായിരുന്നു. മാത്രമല്ല, ഇങ്ങനത്തെ കണ്ടൻസ്, ഇതുപോലുള്ള കാര്യങ്ങൾ ഷോർട്സിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എനിക്ക്. കാരണം നമുക്ക് സംസാരിക്കാൻ ഒരുപാടുള്ള ടോപ്പിക്സാണ്. അപ്പോൾ അതിനെ ഒരു 60 സെക്കൻഡിൽ ഒതുക്കുക എന്ന് പറയുന്നത് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഒരു ഷോർട്സിൽ നിന്ന് ലോങ് വീഡിയോസിലേക്ക് എങ്ങനെയെങ്കിലും വരണം എന്നുള്ള രീതിയിൽ ഞാൻ ലോങ് വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത്. എൻ്റെ ഫസ്റ്റ് വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ആദ്യത്തെ ലോങ് വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അതിനകത്ത് ഞാൻ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സംസാരിക്കാൻ. ഇപ്പോഴും ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സ്ട്രഗിളൊന്നും കംപ്ലീറ്റ്ലി മാറിയിട്ടൊന്നുമില്ല. അന്നത്തെ അത്രയും സ്ട്രഗിൾ എനിക്കിപ്പോൾ ഇല്ല. പക്ഷേ അന്ന് എനിക്ക് ഒട്ടുമേ പറ്റുന്നില്ലായിരുന്നു വന്നിരുന്ന് സംസാരിക്കാനായിട്ട്. എല്ലാം ക്യാമറ അങ്ങ് ഓൺ ആയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം പോകും. അത്ര നേരം പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ, അത്ര നേരം മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ, ഇതൊന്നും എനിക്ക് മനസ്സിൽ വരുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പം അത് പ്രാക്ടീസിലൂടെ മാത്രം മാറുന്നൊരു കാര്യമായിരുന്നു. പക്ഷെ ഞാൻ പ്രാക്ടീസ് ചെയ്തത് ഷോർട്സ് എടുക്കുക എന്നുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ അവസാനം ഞാൻ ഷോർട്സിൽ ഒതുങ്ങി പോവാണ് എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ധൈര്യം മുഴുവൻ സംഭരിച്ച് ഞാൻ ആദ്യത്തെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്, ഞാൻ ആ ഒരു ഫസ്റ്റ് വീഡിയോ, ലോങ് വീഡിയോ എടുക്കാൻ കാണിച്ച ആ ഒരു മൈൻഡ് ഞാൻ ഒരു 2 മാസം മുന്നേ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ചാനലിൻ്റെ ഒരു ഗ്രോത്തിനെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നേനെ. ഒരുപാട് നേരത്തെ തന്നെ നമ്മൾക്ക് ഈ ഒരു ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലത്തെ വീഡിയോസ് എടുക്കാനും എനിക്ക് ചാനൽ നല്ല രീതിയിൽ ഗ്രോ ആക്കാനും ഒക്കെ പറ്റുമായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആണ് എനിക്ക് മിസ്റ്റേക്സ് ആയിട്ട് ഇപ്പം തൽക്കാലം ഓർമ്മ വരുന്നത്. അപ്പോൾ ഇനി എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതിൽ ആദ്യത്തെ, എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യം, ഞാൻ എപ്പോഴാണോ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് എടുക്കാനായിട്ട് എഫേർട്സ് ഇട്ട് തുടങ്ങിയോ അപ്പോഴാണ് എനിക്ക് ഗ്രോത്തും എനിക്ക് സംസാരിക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ടും ഒക്കെ കുറഞ്ഞു തുടങ്ങുന്നത്. റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയും റെഗുലറായിട്ട് വീഡിയോസ് എടുക്കാനുള്ള എഫേർട്സ് ഞാൻ എടുക്കുകയും ചെയ്യുമ്പം എനിക്ക് എൻ്റെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ചാനലിലും എനിക്ക് പേഴ്സണലി നല്ല ഗ്രോത്ത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു ഡിസിഷൻ എന്ന് പറയാനുള്ളത്, ഞാൻ എൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്ന കണ്ടൻറ്റ് തന്നെ എനിക്ക് ഇതിൽ സംസാരിക്കണം എന്നെനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾക്കിപ്പം എൻ്റെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞാൻ കൂടുതലും സസ്റ്റൈനബിലിറ്റി, സെൽഫ് ഹെൽപ്പ്, അതുപോലെ ഹാബിറ്റ്സ്, മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ സംസാരിക്കാറ്. അപ്പോൾ ഇതുപോലത്തെ കണ്ടൻസ് തന്നെ ബേസിക്കലി എനിക്കും മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ടും ചാനലിൽ സംസാരിക്കാറ്, അല്ലെങ്കിൽ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ എനിക്ക് ഈ ഒരു പാറ്റേൺ തന്നെ ഈ ചാനലിനെ കൊണ്ടുപോകണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതെൻ്റെ ഡിസിഷൻ തന്നെയായിരുന്നു. എനിക്ക് ഒരുപാട് കണ്ടൻറ് സജഷൻസ് അല്ലാതെ വരുന്നുണ്ടായിരുന്നു. പേഴ്സണലി ആളുകൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ഇപ്പം ഒരുപാട് ചില കണ്ടൻസ് എന്ന് പറയുന്നത് ആ കണ്ടൻറ് ഇറ്റ്സെൽഫ് ഒരു വൈറൽ ടോപ്പിക് ആയിരിക്കും. അപ്പം അങ്ങനത്തെ കണ്ടൻസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചാനൽ പെട്ടെന്ന് ഗ്രോ ആവും എന്നുള്ള സജഷൻസൊക്കെ എനിക്ക് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗ്രോത്ത് സ്ലോ ആണെങ്കിലും വേണ്ടില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിൽ തന്നെ ഈ ചാനൽ കൊണ്ടുപോകണം, ഞാൻ ഉദ്ദേശിക്കുന്ന കണ്ടൻസ് തന്നെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യണം, എൻ്റെ ഇൻറ്റൻഷൻ ഇതിനകത്ത്
എനിക്ക് നിറവേറണം എന്നെനിക്ക് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. ഞാൻ ആ ഒരു ഡിസിഷന് തന്നെ സ്ട്രോങ് ആയിട്ട് ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള കണ്ടൻസും അതുപോലെ എനിക്കും പേഴ്സണലി ഗ്രോത്ത് തരുന്ന കണ്ടൻസ്, അതുപോലെ വ്യൂവേഴ്സിനും അതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഞാൻ ഏത് രീതിയിൽ ഈ ഒരു ചാനലിനെ സ്ട്രക്ചർ ചെയ്യണം, അതുപോലെ കണ്ടൻസിനെ ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്യണം, ഇത് ഏത് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലാണ് ആളുകളിലേക്ക് എത്തുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കപ്പോൾ മനസ്സിലാകാൻ തുടങ്ങി. അതൊരു റെഗുലർ ബേസിസിൽ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു ടൈമിൽ ഇപ്പോഴും എൻ്റെ ആഗ്രഹം എനിക്കൊരു ഫുൾ ടൈം കണ്ടൻറ് ക്രിയേറ്റർ ആകണം എന്നുള്ളതാണ്. പക്ഷേ ഞാനൊരു കോഴ്സ് 2 വർഷം മുന്നേ ഞാനൊരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ചില കാര്യങ്ങൾ കാരണം എനിക്കത് ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പക്ഷേ അത് ഈ ഒരു ഡിസംബറിൽ എനിക്കത് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ഞാൻ ഈ ഒരു മാസമൊക്കെ. അപ്പം ആ ഒരു കണ്ടൻറ് ക്രിയേഷനകത്ത് നിന്ന് നല്ലപോലെ ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. ശരിക്കും സങ്കടമുള്ളൊരു കാര്യമാണ് അത്. കാരണം ഞാൻ അത്ര എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ് സബ്സ്ക്രൈബേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ്, കമൻസ് വായിക്കുന്നത്. ഇതിലെല്ലാം ഞാൻ ഭയങ്കര സാറ്റിസ്ഫാക്ഷനും സന്തോഷം കണ്ടെത്തിയിരുന്ന ഒരാളായിരുന്നു. അപ്പം പെട്ടെന്ന് അതെല്ലാം ഒന്ന് കുറഞ്ഞപ്പം എനിക്കെന്തോ എവിടേക്കോ മിസ് ചെയ്യുന്ന പോലെയൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊരു ടെമ്പററി ആയിട്ടുള്ളൊരു ബ്രേക്കാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഞാനതൊരു കൂടിപ്പോയ ഒരു 3-4 മാസം, അതിനപ്പുറത്തേക്ക് ഈ ഒരു അൺസർട്ടനിറ്റിയും ഈ ഒരു ബ്രേക്സും ഒന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു പൂർവാധിക ശക്തിയോടെ എനിക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം പറഞ്ഞ് ഞാൻ ഒരുപാട് കാട് കയറിപ്പോയി. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഇത്, നമ്മൾ ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ കണ്ടൻറ്റിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുവാണെങ്കിൽ നമ്മളൊരു ഓഡിയൻസിനെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ഒരു പെർട്ടിക്കുലർ ഓഡിയൻസ് ആയിരിക്കുമല്ലോ എന്തായാലും. നമ്മുടെ ഇപ്പം ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓഡിയൻസ് ആയിരിക്കത്തില്ല വേറൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആളുകൾ. ഓരോരുത്തർക്കും ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പിന്നിലൊരു പർപ്പസ് കാണും. ചിലർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയായിരിക്കും, ചിലർ ഇൻഫർമേഷന് വേണ്ടിയായിരിക്കും, ചിലർ മോട്ടിവേഷനായിരിക്കും, ചിലർക്ക് ഫീൽ ഗുഡ് ആ ഒരു അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഓരോരുത്തരും ഓരോ ആളുകളെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് കൺഫ്യൂസ്ഡ് ആവാതിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മളെല്ലാം കൂടി ഒരു അവിയൽ പരുവത്തിൽ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് മിക്സ്ചർ ഓഫ് ഒരുപാട് ടൈപ്പ് ഓഫ് ആളുകൾ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വരും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആളുകളുടെ അടുത്ത് നീതി പുലർത്തുക എന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാനൊരു ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കണ്ടൻസ് മാത്രം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായിടത്തോളം എൻ്റെ ഓഡിയൻസും ഈ ടൈപ്പ് ഓഫ് കണ്ടൻസ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ അവരെ കൺഫ്യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം കൂടെ ഒരു ചാനലിലേക്ക് ആഡ് ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി എളുപ്പമുള്ള കാര്യമല്ല, എനിക്ക് താല്പര്യമുള്ള കാര്യവുമല്ല. ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ഈ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇതൊക്കെ എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹമാണ്, നാളെ മാറി എന്നിരിക്കാം. പക്ഷേ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ രീതിയിൽ തന്നെ ഇതിനെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ് ഒരു വേ ഓഫ് പ്രസൻറ്റിങ് കണ്ടുപിടിച്ചതും അതുപോലെ ദ ടൈപ്പ് ഓഫ് കണ്ടൻറ്റ് ഐ ഡെലിവർ, ഈ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാന്നുള്ളത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ്. അപ്പം ആ ഒരു കണ്ടൻറ്റ് കാറ്റഗറിക്കകത്ത് ഞാൻ ഒരുപാട് പുതിയ ആശയങ്ങൾ തിരയാറുണ്ട് പുതിയ കണ്ടൻസിന് വേണ്ടി. പിന്നെ എനിക്ക് പേഴ്സണലി എൻ്റെ ചാനലിൻ്റെ ഗ്രോത്തിന് കുറച്ചെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്ന കുറച്ചെങ്കിലും അല്ല, വളരെയേറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നൊരു കാര്യമാണ് ഞാൻ കമൻറ്റ് സെക്ഷൻ സീരിയസ് ആയിട്ട് എടുക്കാറുണ്ട്. കമൻറ്റ് സെക്ഷനിൽ എനിക്ക് വരുന്ന സജഷൻസ്, റിക്വസ്റ്റുകൾ ഒക്കെ ഞാൻ സീരിയസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാറുണ്ട്. നിങ്ങൾ നോക്കിയാൽ അറിയാം, പല വീഡിയോസ് ഞാൻ ചെയ്യുന്നതും സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ചെയ്തിട്ടുള്ള സജഷൻസ് വഴി എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ച് എനിക്കത് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയ കണ്ടൻസാണ്. അങ്ങനെ ഞാൻ ചെയ്ത കണ്ടൻസിൽ മിക്കതും തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ആളുകളിലേക്ക് കണക്റ്റ് ആയിട്ടുണ്ട്, അതുപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളൊരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളതും ഞാൻ ഇങ്ങനെ ചൂസ് ചെയ്ത കണ്ടൻസാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്
ഞാൻ ഡെലിവർ ചെയ്യുന്ന കണ്ടൻസ് അല്ലെങ്കിൽ ഞാൻ ഡെലിവർ ചെയ്യുന്ന ടോപ്പിക് അത് നീഡഡ് ബൈ സംബഡി ആണ് എന്നുള്ളത്. എന്ന് വെച്ച് ഞാൻ എല്ലാ കമൻസും എനിക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല, അത് ഞാൻ എല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ ഞാൻ കമൻറ്റ് സെക്ഷൻ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ചില ആളുകൾ എൻ്റെ അടുത്ത് ചില കണ്ടൻറ്റ് സജഷനൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ഡയറക്റ്റ്ലി റിപ്ലൈ കൊടുക്കാറുണ്ട്, ഞാൻ അങ്ങനത്തെ കണ്ടൻസ് ചെയ്യാറില്ല, ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല എന്നുള്ളത്. അപ്പോൾ അതിനെ അങ്ങനെ ഞാൻ എടുക്കാറുണ്ട്. അതല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നുന്ന, ആളുകൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന കണ്ടൻസ് ഞാൻ സബ്സ്ക്രൈബേഴ്സിന് തന്നെ കണ്ടൻറ് സജഷൻസ് ഞാൻ എടുക്കാറുമുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതലൊരു കമ്മ്യൂണിറ്റി ഫീൽ എനിക്ക് വരാറ്. എനിക്ക് നമ്മളുടെ ഒരു ചെറിയ ഫാമിലിയാണ് അല്ലേ, വളരെ ചെറിയൊരു ഫാമിലിയാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുമ്പം 3K സംതിങ് ആണ് സബ്സ്ക്രൈബർ കൗണ്ട്. പക്ഷേ എനിക്ക് ഒരുപാട് മാറ്റർ ചെയ്യുന്നുണ്ട് ഈ ഒരു സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് പറയുന്നത്. അത്രയും പേരായിട്ടാണ് ഞാൻ കാണുന്നത്, അല്ലാതെ ജസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളൊരു ടാഗിൽ അങ്ങ് ഒതുങ്ങുന്നതല്ല. എൻ്റെ മനസ്സിൽ ഇതെല്ലാം ആളുകളാണ്, എല്ലാം ലിറ്ററലി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ എനിക്കിതൊരു കമ്മ്യൂണിറ്റി തന്നെയാണ്. അതിൽ ഓരോരുത്തരും ആ ഒരു കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സാണ്. എനിക്കൊരു ടുഗദർനെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തേ പിന്നെ. എന്തോ ഒറ്റയ്ക്കല്ല ഇത് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു ഫീലൊക്കെ എനിക്ക് തോന്നാറുണ്ട്. സബ്സ്ക്രൈബേഴ്സിൻ്റെ സജഷൻസിനെയും കമൻസിനെയും ഒക്കെ ഞാൻ കാര്യമായിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഫീലും സന്തോഷവും ഈ ഒരു ടുഗദർനെസ്സും അതുപോലെ ഈ ഒരു ഗ്രോത്തും പോസിബിൾ ആവുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനിയും കമൻറ്റ് ചെയ്യണം, എന്നിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കണം. അതിൽ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെന്താണ്, പിന്നെ വേറൊരു കാര്യം, എനിക്ക് ചാനൽ ഇത് ഞാൻ യൂസ് ചെയ്തൊരു ടിപ്പൊന്നും അല്ല, എനിക്ക് ചാനൽ വഴി കിട്ടിയ ഒരു കാര്യമാണ്. എൻ്റെ കുറേ സെൽഫ് ഡൗട്ട് എനിക്ക് മാറിയത് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തേ പിന്നെയാണ്. എനിക്ക് കമൻസിൽ നമ്മളെപ്പറ്റി ഒരാൾ, നമ്മൾ അറിയാൻ വയ്യാത്ത ഒരാൾ നമ്മളെപ്പറ്റി പോസിറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് കമൻറ്റിൽ കൂടെ പറയുമ്പം എൻ്റെ കോൺഫിഡൻസിനെ അത് ഒരുപാട് ബൂസ്റ്റപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണൽ ലൈഫിൽ കിട്ടാത്ത പല കമൻസും കമൻറ്റ് സെക്ഷനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റിനുള്ള ആളുകളിൽ നിന്ന് കേൾക്കാത്ത പല ഫീഡ്ബാക്സും ഞാൻ കമൻറ്റ് സെക്ഷനിലൂടെ കേട്ടിട്ടുണ്ട്. എനിക്ക് അതെൻ്റെ കോൺഫിഡൻസിനെയും എൻ്റെ ഒരു സെൽഫ് വർത്തിനെയും ഒക്കെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് തന്നെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഫോക്കസ് ചെയ്തിരുന്നൊരു കാര്യമായിരുന്നു ജെന്യുവൻ കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. എവിടുന്നും കോപ്പി ചെയ്തൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഒരിക്കലും പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് ഞാൻ ഓരോ കണ്ടൻറ്റ് ഓരോ ടോപ്പിക്ക് ചൂസ് ചെയ്യുന്നിടം തൊട്ട് അത് അപ്ലോഡ് ചെയ്യുന്നിടം വരെ നല്ലപോലെ എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ടോപ്പിക്കിലും ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ എനിക്ക് അറിയാവുന്ന റിസോഴ്സസ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ചിലപ്പം ബുക്ക് വായിക്കുമായിരിക്കും, ചിലപ്പം ഏതെങ്കിലും യൂട്യൂബ് വീഡിയോസ് കാണുമായിരിക്കും. പക്ഷേ അൾട്ടിമേറ്റ്ലി എന്തൊക്കെ വായിച്ചാലും എന്തൊക്കെ ഇൻഫർമേഷൻ കേട്ടാലും അത് എൻ്റെ ലൈഫിൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഹെൽപ്ഫുള്ളാണെന്ന് എനിക്ക് തോന്നുന്ന രീതിയോ ഒക്കെ ആയിരിക്കും ഫൈനലി ഞാൻ വീഡിയോസിൽ വന്ന് പറയാറ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മോർ ലൈക്ക് എ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കൂടുതലും ഞാൻ പറയുന്ന കാര്യങ്ങൾ ജെന്യുവനായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ചില വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ബുക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം നല്ല ക്വാളിറ്റി കണ്ടൻറ് ക്രിയേറ്റേഴ്സ് നേരത്തെ തന്നെ ഈ ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. പക്ഷേ എന്തൊക്കെ കാര്യങ്ങൾ റെഫർ ചെയ്താലും അൾട്ടിമേറ്റ്ലി എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ അഡാപ്റ്റ് ചെയ്ത് എങ്ങനെയാണത്, എങ്ങനെ എനിക്ക് ഹെൽപ്ഫുള്ളായത് എന്നൊക്കെ വെച്ചിട്ടായിരിക്കും ഞാനത് വന്ന് വീഡിയോയിൽ സംസാരിക്കാറ്. അപ്പം കണ്ടൻറ്റിൻ്റെ ആ ഒരു ഒറിജിനാലിറ്റി അല്ലെങ്കിൽ ഒത്തൻറ്റിസിറ്റി എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര പെർട്ടിക്കുലറായിട്ട് തുടക്കം മുതലേ ഈ വീഡിയോ വരെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ്. അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബഡ്ഡിങ് ആയിട്ടുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സിനോട് പറയാനുള്ളത്, നമ്മുടെ കണ്ടൻറ്റ്, നമ്മുടെ
ജെന്യുവിനായിട്ടുള്ള കണ്ടൻസിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഓഡിയൻസിനെ അത് നമ്മളെ കൺഫ്യൂസ് ചെയ്യാതെ വെക്കാനും ഹെൽപ്പ് ചെയ്യും. എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ചാനൽ വലിയൊരു നിലയിലെത്തിയെന്നോ ഇതൊക്കെ പറയാൻ ഞാൻ ആരാ എന്ന് ഉള്ളൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇത്രയും ചെറിയൊരു സബ്സ്ക്രൈബർ കൗണ്ടാണ് കറൻ്റ്ലി ഉള്ളത്. അപ്പം ഇത്രയൊക്കെ ഇന്ന് പറയാൻ മാത്രം എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളത് കുറച്ച് പേരെങ്കിലും ചോദിച്ചേക്കാം. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇത്രയും നാളും ജെന്യുവിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തു, അപ്ലോഡ് ചെയ്തു, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരുപാട് നാൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തു, ഒരുപാട് എഫേർട്സ് അതിൻ്റെ പിന്നിൽ ഇട്ടിട്ടുണ്ട്. ചെറിയ ചെറിയ മൈൽ സ്റ്റോൺസ് ആണെങ്കിലും അത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ജേണി എപ്പോഴും ഇമ്പോർട്ടൻറ്റും സ്പെഷ്യലും ആണല്ലോ. അപ്പം ഈ ഒരു ജേണിയിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഇത് കാണുന്ന ആർക്കെങ്കിലും യൂസ്ഫുൾ ആയെങ്കിലോ എന്നോർത്ത് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണെല്ലാം. ഇതൊരിക്കലും ഇതാണ് രീതി, ഇങ്ങനെയാണ് വീഡിയോസ് ചെയ്യേണ്ടതെന്നോ ഇങ്ങനെയാണ് ഒരു ചാനൽ കൊണ്ടുപോകേണ്ടതെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. എനിക്ക് എന്തൊക്കെയാണ് ഹെൽപ്ഫുൾ ആയെന്നും എന്തൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചത്, എന്തൊക്കെ മിസ്റ്റേക്സാണ് ഞാൻ ചെയ്തത്, അതെങ്ങനെയാണ് ഞാൻ കറക്റ്റ് ചെയ്തത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.